പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ദൈവത്തിനു മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ ദുർഗുണങ്ങളിൽ നിപതിച്ചു പോയ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരു നിമിഷം നമുക്ക് ഓർക്കാം. അതുപോലെ മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു പലതരത്തിലുള്ള ദുശ്ശീലങ്ങൾക്കുമൊക്കെ അടിമകളായി ജീവിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും തമ്പുരാൻ്റെ വലിയ കരുണയ്ക്കായി നമുക്ക് സമർപ്പിക്കാം. മനുഷ്യനെ അങ്ങയുടെ അരൂപിയിലും ഛായയിലും സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങളോടുള്ള സ്നേഹം പ്രകടമാക്കിയ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ വലതുകരം നിനക്ക് പാപഹേതുവാണെങ്കിൽ അത് വെട്ടിക്കളയുക എന്ന് പോലും അരുളി ചെയ്തുകൊണ്ട് പാപത്തെയും പാപസാഹചര്യങ്ങളെയും പാടെ ഉപേക്ഷിക്കുവാൻ കൽപ്പിച്ച ഈശോയെ, ദുർഗുണത്തിന് അടിമയായി തീർന്നിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ആരൊക്കെയാണോ പലതരത്തിലുള്ള ദുർഗുണങ്ങളിൽ നിബന്ധിച്ചു പോയ ദുശീലങ്ങൾക്ക് മദ്യത്തിനുമൊക്കെ അടിമകളായ മക്കൾ, അവരെയെല്ലാം ഈ സമയം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് മൗനമായി സമർപ്പിക്കാം. പ്രിയപ്പെട്ട ആ വ്യക്തിയുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനുഷികമായ ബലഹീനതയാലും സാഹചര്യങ്ങളുടെ പ്രത്യേകതകളാലും പിശാചിൻ്റെ കെണിയിൽ വീണുപോയ ഈ സഹോദരനെ, സഹോദരിയെ അങ്ങയുടെ ദൈവികമായ കരസ്പർശത്താൽ അനുഗ്രഹിച്ച് മാനസാന്തരപ്പെടുത്തണമേ. നീ സമാധാനത്തിൽ പൊയ്ക്കൊള്ളുക, മേലിൽ പാപം ചെയ്യരുത് എന്ന് പാപികളോട് കൽപ്പിച്ചരുളുകയും അവരെ മാനസാന്തരപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ഈ സഹോദരനെ, സഹോദരിയെ ദുർഗുണങ്ങളിലും ദുഷിച്ച കൂട്ടുകെട്ടുകളിലും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമത്തത്തിൽ നിന്നും വിമുക്തമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതാന്ത്യത്തിൽ ഞങ്ങൾക്കെല്ലാവർക്കും അങ്ങേ നേരിൽ കണ്ട് നിത്യാനന്ദം അനുഭവിക്കുവാനുള്ള കൃപാവരം നൽകുകയും ചെയ്യണമേ. ആമേൻ.